കലോത്സവമാണോ പഴയിടമെത്തും എന്ന് കലോത്സവമാവുമ്പോൾ ചില പത്രമാധ്യമങ്ങളിലൊക്കെ തലക്കെട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ ചില പരസ്യവാചകങ്ങളിൽ അടയാണോ NS അട തന്നെ, കായമാണോ NS പെരുങ്കായം തന്നെ എന്നൊക്കെ വാർത്ത വരുന്നത് പോലെയാണ്. നോക്കൂ, നിർമ്മല കോളേജിൽ കുറച്ച് തിരിച്ചറിവില്ലാത്തവർ, വിവേകമില്ലാത്തവർ, ഒരു മതത്തിൻ്റെയും ആവശ്യമല്ലാതെ പലപ്പോഴും ഹോസ്റ്റൽ അടയ്ക്കരുതെന്നും സ്വാതന്ത്ര്യം വേണമെന്നും മതിലിൽ കയറി ഇരിക്കണമെന്നും ഒക്കെ ആവശ്യപ്പെടുന്ന ടീനേജ് ഫാൻറ്റസിയുടെ ഭാഗമായി നടത്തിയ ഒരു അഭ്യാസം, അതിലൊരു ഔഷധമൂല്യം കണ്ടതോടുകൂടി എല്ലാ പാചകക്കാരും രംഗത്തെത്തി. മഹാപാചകക്കാരനായ PC ജോർജൊക്കെ രംഗത്ത് വന്ന് ക്ഷീണം മാറ്റി സടകുടഞ്ഞ് എഴുന്നേറ്റ് വളരെ മനോഹരമായി പറയാൻ തുടങ്ങി. അത് കേൾക്കുന്നത് വളരെ കൗതുകകരമായ കാര്യമാണ്. ഒന്ന് അടങ്ങി ഒതുങ്ങി ഇരുന്നതായിരുന്നു. പത്തനംതിട്ട സീറ്റൊക്കെ പ്രതീക്ഷിച്ച് അത് കിട്ടാതെ വന്ന് അനിൽ ആൻ്റണിയെ നിർത്തി ആ ചെറുപ്പക്കാരനും ഒരു വഴിക്കായി. ഇപ്പോൾ എവിടെയോ ഇരുളിൽ മറഞ്ഞ മിന്നാമിനിങ്ങിനെ പോലെ എവിടെയൊക്കെയോ ഉണ്ടെന്നല്ലാതെ കാണാതിരിക്കുമ്പോഴാണ് പഴയിടം വന്നതുപോലെ PC ജോർജിനെ കാസ രംഗത്തിറക്കിയത്. PC ജോർജ് തന്നെ വേണം ഈ മുസ്ലിം വിഭാഗത്തിലെ പറയുന്ന തീവ്ര നിലപാടുകാരോടൊപ്പം അതിനെ എതിർക്കണം എന്നൊക്കെ പറയാൻ എന്തൊരു യോഗ്യതയുള്ള ആളാണെന്നറിയാമോ PC ജോർജ്. കാസർഗോഡും കണ്ണൂരുമൊക്കെ സമ്മേളനം നടന്നപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വേദിയിൽ പോയി അറിയാവുന്നതുപോലെ ഫാത്തിഹ ഓതി, നിങ്ങളാണടാ മിടുക്കന്മാർ, നിങ്ങളാണടാ ചുണക്കുട്ടന്മാർ, നിങ്ങളാണടാ നീതിയുടെ കാവൽക്കാർ, നിങ്ങളാണ് സ്വാതന്ത്ര്യ സമര പോരാളികൾ, എന്നെ അറുത്ത് മുറിച്ചിട്ടാലും ഞാൻ അത് പറഞ്ഞേ അടങ്ങൂ എന്നൊക്കെ പറഞ്ഞ് മിമിക്രിയും മോണോ ആക്റ്റും നാടകവുമൊക്കെ നടത്തിയ PC ജോർജൊക്കെ ഇപ്പോൾ റെഡിയായി വന്നിരിക്കുന്നു. നിർമ്മല കോളേജാണ് പ്രധാന വിഷയം. തീർന്നില്ല, നമ്മുടെ RV ബാബുവും എത്തിയിട്ടുണ്ട്. ബാബുവൊക്കെ പറയുന്നത് എവിടെങ്കിലും പോയി നിസ്കരിക്കണം എന്നാണ് പറയുന്നത്. ബാബുവും PCയും കാസാക്കൂസന്മാരും ഒന്നും കാണാത്തൊരു കാര്യമുണ്ട്. ഛത്തീസ്ഗഡിൽ തീർത്ഥാടന യാത്ര പോകുന്ന വഴിയിലുള്ള എല്ലാ മുസ്ലിം പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും തുണി കെട്ടി മറച്ചു. എന്നിട്ടിപ്പോൾ പത്രക്കാരൊക്കെ വാർത്തയാക്കിയപ്പോൾ ആ തുണി അഴിച്ചു. അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇവിടെ 3-4 വിവരദോഷികൾ ആരുടെയോ താല്പര്യത്തിന് വേണ്ടി ഇനി ഈ PCയും ഇവരെല്ലാവരും കൂടി രംഗത്തിറക്കിയതാണോ എന്ന് പോലും അറിയില്ല. ഏതായാലും ഇസ്ലാം മതത്തിൽപ്പെട്ടവർക്കാർക്കും ഞങ്ങൾക്കാർക്കും കോളേജിൽ പഠിച്ചിരുന്ന കാലത്തൊന്നും ഇതുപോലെ നിസ്കരിക്കാൻ മുട്ടിയിട്ടില്ല. അങ്ങനെ മുട്ടുമ്പോഴൊക്കെ അതിന് മുട്ടാൻ പറ്റുന്ന സ്ഥലത്ത് പോയാണ് ഞങ്ങളൊക്കെ നിസ്കരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നിർമ്മല കോളേജിൽ തന്നെ നിസ്കരിക്കണം എന്ന് പറയുന്ന ആ ഒരു സൂക്കേടുണ്ടല്ലോ, ആ സൂക്കേടിന് കാരണമായ വൈറസ് ഏതാണെന്നുള്ളത് കണ്ടുപിടിച്ചേ മതിയാവും. ഏതായാലും അത് കിട്ടിയതുമല്ല, ഇവരെല്ലാവരും രംഗത്തെത്തി ഗാനമേള അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ആസ്വദിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ട വിവേകമുള്ള ക്രിസ്ത്യൻ സമുദായത്തിലെ സഹോദരങ്ങളോടും മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങളോടും പറയാനുള്ളത്, ഇതൊക്കെ ആസൂത്രിതവും ഗൂഢാലോചനയുടെ ഭാഗമായുള്ളതും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതും അധികാര സമവാക്യത്തിൻ്റെ ഗുണമനുഭവിക്കാൻ വേണ്ടി നടത്തുന്ന അഭ്യാസങ്ങളും ഒക്കെയാണ്. ഇന്നലകളിൽ ഒരുപാട് ക്രൈസ്തവ മതത്തിൽപ്പെട്ടവർ അവരുടെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇസ്ലാം മതത്തിൽപ്പെട്ടവർ അവരുടെ പള്ളിയിലും പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലാതെ ഞങ്ങളൊക്കെയും പല കോളേജുകളിലും പല ചർച്ചുകളിലും പലയിടങ്ങളിലുമൊക്കെ പരിപാടികൾക്ക് പോകുമ്പോൾ അവിടെയൊക്കെയും ഇങ്ങനെ ചില കാര്യങ്ങൾ നിർവഹിക്കണമെന്നൊക്കെ ഒറ്റയ്ക്ക് പറഞ്ഞാൽ സൗഹൃദത്തിൻ്റെ പേരിലൊക്കെ പലയിടങ്ങളിലും നടന്നിട്ടുമുണ്ട്. ഇതുപോലെ ഇതിനകത്ത് തന്നെ ഇപ്പം നിസ്കരിച്ചേ പറ്റൂ എന്ന് അതിൻ്റെ ചുറ്റുപാടുകളിലൊക്കെ സംഗതി ഉള്ളപ്പോഴും അത് പറയണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഇവരുടെയൊക്കെ ഈ സന്തോഷവും തുള്ളിച്ചാട്ടവും കാണുമ്പോൾ എനിക്കൊരു വശപ്പശക് തോന്നുന്നുണ്ട്, സത്യം. പിന്നെ അത് മാത്രമല്ല, എല്ലാ സമുദായവും അനുഭവിക്കാൻ പോകുന്നത് അതത് സമുദായത്തിലെ മനോരോഗികളെ കൊണ്ടും വിവേകമില്ലാത്തവരെ കൊണ്ടും തിരിച്ചറിവില്ലാത്തവന്മാരെ കൊണ്ടുമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. വേറൊരു മതക്കാരനെ കൊണ്ടേ അല്ല.